യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുവാനായിട്ട് പോകുകയാണ്. ജീവിതത്തിൽ ഒത്തിരി തകർച്ച ഉണ്ടായി കാണും, സഹനങ്ങൾ കാണും, നഷ്ടങ്ങളും ബാധ്യതകളും നമ്മുടെ മുമ്പിൽ നമ്മളെ ഭയപ്പെടുത്തുന്നവണ്ണം നിൽക്കുകയായിരിക്കാം. പക്ഷെ നിങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ആകുവാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ കരുത്തിൽ ആത്മധൈര്യത്തോടെ ഭാവിയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ദൈവം നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന വലിയ സമ്മാനങ്ങളെ ഓർത്ത് നമുക്ക് സ്വപ്നം കാണുവാനായിട്ട് സാധിക്കണം. പുതുവർഷം എനിക്കും നിങ്ങൾക്കും ലോകത്തിന് മുഴുവൻ വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് മാറുകയാണ്. നിന്റെ നഷ്ടങ്ങളിൽ നിന്ന് അവൻ ഉയർച്ച തരാനായിട്ട് പോകുകയാണ്. നഷ്ടപ്പെട്ട പ്രതീക്ഷകൾക്ക് പുതുനാമ്പുകൾ നൽകി യേശു നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ്. ആരംഭത്തിൽ തന്നെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. യേശു ജനിച്ചത് ദാവീദിൻ്റെ വംശത്തിലായിരുന്നു. ദാവീദ് ഒരാട്ടിടയനായിരുന്നു, ഒരു സാധാരണ ഒരാട്ടിടയൻ. എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ കണ്ണുകളെപ്പോഴും സാധാരണക്കാരെ തിരഞ്ഞെടുത്ത് അസാധാരണ കൃപ കൊടുത്ത് ഉന്നതമായ സ്ഥാനങ്ങളിൽ ആക്കുന്നവനാണ്. അതാണ് ദൈവത്തിൻ്റെ ഒരു 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 പ്രത്യേകത. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തുകയാണ്. ആത്മാവിൽ നിറഞ്ഞ കൊച്ചുബാലൻ്റെ ഒറ്റ കല്ലിനാൽ മലനായ ഗോലിയാത്ത് പെടന്നു വീണു. ഗോലിയാത്തിൻ്റെ നെഞ്ചിൽ കയറുന്ന ദാവീദ് അവൻ്റെ കഴുത്ത് വെട്ടുമാറ്റി. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വീരപുരുഷനായിട്ട് ദാവീദ് മാറുകയാണ്. ഈ ദാവീദ് ശൗൽ രാജാവിനെ ദുരാത്മാവ് ബാധിക്കുമ്പോൾ കിന്നരം വീട്ടി പാടുന്നുണ്ട്. അപ്പോൾ ശൗലിനെ പീഡിപ്പിച്ചിരുന്ന ദുരാത്മാവ് വിട്ടുപോയിരുന്നു. ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം തന്നെ ഒരു ഇടയ ബാലന് വഴികളെ തുറന്നു കൊടുക്കുകയാണ്. ആ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്
ദൈവത്തിൻ്റെ വിളി ആർക്കും തടയാൻ പറ്റുന്നതല്ല. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തുവെങ്കിൽ ആ വ്യക്തിയെ ദൈവം തൻ്റെ കരങ്ങൾ പിടിച്ചു നടത്തുകയാണ്. ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ സുന്ദരന്മാരും ആരോഗ്യമുള്ളവരും കഴിവുള്ളവരും ഒക്കെ ആയിരുന്നു. പക്ഷെ ദൈവം ദാവീദിൻ്റെ ഹൃദയത്തെ കണ്ടു. തനിക്കിണങ്ങിയ ഒരു മനുഷ്യൻ, അത്ര മനോഹരമായ ഒരു ഹൃദയമുള്ള വിശുദ്ധിയുള്ള ദാവീദിനെ ആ ദൈവം ഇഷ്ടപ്പെട്ടത്. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നു നിന്ന ദാവീദിൻ്റെ ഹൃദയം ദൈവത്തിന് ഏറെ പ്രീതികരമായിരുന്നു. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് മാറി. നോക്കുക, ഒരു ഇടയബാലൻ രാജാവിൻ്റെ സിംഹാസനത്തിലിരിക്കുകയാണ്. ഈ ദാവീദ് രാജാവിൻ്റെ വംശത്തിലാണ് കർത്താവായ ക്രിസ്തു ജനിച്ചത്. ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയോ മനുഷ്യൻ കാണുന്നത് പോലെ അല്ല. അതിൻ്റെ അപ്പുറമായിട്ട് ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും വ്യത്യസ്തമായ പദ്ധതികളുണ്ട്. സങ്കീർത്തനം 10:14 പറയുന്നു, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. ഓരോ വ്യക്തിയുടെ ഹൃദയം, ഓരോ വ്യക്തിയുടെ മനസ്സ്, ഓരോരുത്തരുടെയും കഷ്ടപ്പാട്, ക്ലേശങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായം തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. നമ്മൾ വലിയ ഒരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് പോകുക. സ്വന്തം ഭവനത്തിൽ വിവാഹം ആലോചിച്ചപ്പോൾ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തിൽ ഹൃദയത്തിൽ ആ സ്വപ്നം കൊണ്ടുവരുന്നൊരു ചെറുപ്പക്കാരൻ തൻ്റെ വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ കള്ള ട്രെയിനൊക്കെ കയറി ആസാമിലെത്തിയ ആ ചെറുപ്പക്കാരൻ ഒരു സെമിനാരിയിൽ അടുക്കളക്കാരനായി, കൃഷിത്തോട്ടത്തിലെ പണിക്കാരനായിട്ട് മാറി. പിന്നീട് കർത്താവിൻ്റെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനായിട്ട് മാറുകയാണ്. ആ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അത് വലുതാണ്. ജർമിയായെക്കുറിച്ച് പറയുന്നു, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ എരിയുന്ന കർത്താവിൻ്റെ പുരോഹിതൻ്റെ ഈ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഏതൊരു വചനമാണ് കർത്താവ് നീ എന്നെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചതിൻ്റെ അടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഏശയ്യ 51:6 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്ക് നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വാക്ക് കേൾക്കുവേൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംക്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറകളോളം നിലനിൽക്കും. ഈ ഒരു വേർഡ് ഓഫ് ഗോഡാണ് ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നത്. അപ്പോൾ ഇത് തികച്ചും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ജീവിതത്തിൽ വീട് വിട്ട് സെമിനാരിയിലേക്ക് പോകാനും കാരണം വിവാഹ ജീവിതത്തോടുള്ള ഭയം കൊണ്ടായിരുന്നു. വിവാഹ ജീവിതത്തോടുള്ള ഭയം കൊണ്ടാണ് ഞാൻ അച്ഛനാവാൻ പോയത്. ഞാൻ 21 വയസ്സ് വരെ വീട്ടിലുണ്ടായിരുന്നു. അപ്പച്ചൻ ഒരു നല്ല കല്യാണക്കാര്യം കൊണ്ടുവന്നു, പെണ്ണിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു. കാനഡയിലാണ് കൊച്ചിന് ജോലി, ഡോക്ടറാണ്.
അപ്പോൾ അപ്പച്ചൻ ഞാനൊരു ദിവസം കന്നുകാലിയൊക്കെ പൂട്ടി ഉഴവൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഫോട്ടോ അവിടെ വെച്ച് അമ്മച്ചിയോട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ മോന് കല്യാണമാണ്, ഞാൻ 8ാമത്തെയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു 9 മക്കളിൽ ഞാൻ 8ാമത്തെയാണ്. അപ്പോൾ ആ ഫോട്ടോ അമ്മച്ചി എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. വിവാഹ ഭയം കൊണ്ട് പിറ്റേ ദിവസം വെളുപ്പിന് ഞാൻ നാട് വിട്ടുപോയി. സ്നേഹം നിറഞ്ഞവരെ, ആ നാട് വിട്ട പോക്ക് എന്നെ ഒരു മുസ്ലിമിൻ്റെ ഹോട്ടലിൽ എത്തിച്ചു. തൃശ്ശൂർ ഒരു 2 ആഴ്ചക്കാലം. അവിടെ ഒരു സുഹൃത്ത് എന്നെ തൊണ്ടയിൽ ചവിട്ടി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഓടി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷമായിട്ട് എൻ്റെ മുൻപിൽ വന്ന് ഒരു ബാത്റൂം തുറന്ന് ഞാൻ അതിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് ഞാൻ 2 ആഴ്ച തിരിച്ച് വീട്ടിലോട്ട് വന്നു. ന്യൂസ് പേപ്പറിൽ എൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. കാണുവാനില്ല, സോ ആൻഡ് സോ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് ജബൽപൂർക്കാണ്. അവിടെ ഒരു സെമിനാരിയിൽ തോട്ടം ജോലിക്കാരനായിട്ട് അവരെന്നെ ഏൽപ്പിച്ചു. കാരണം വൈദികനാകാനുള്ള ഒരു ഗുണം എന്നിലുണ്ടായിരുന്നില്ല. ഞാൻ +2 2 പ്രാവശ്യം തോറ്റു, SSLCക്ക് 2 പ്രാവശ്യം തോറ്റു. അങ്ങനെ അവിടെ ഒരു തോട്ടക്കാരനായിട്ട് ഞാൻ 1 വർഷം ജോലി ചെയ്തു. അപ്പോൾ സെമിനാരിയിൽ, മൈനർ സെമിനാരിയിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സുകൾ വെള്ളമൊഴിച്ചതിന് ശേഷം, ചെടികൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം മറഞ്ഞു നിന്ന് കേട്ടാണ് ഞാൻ എൻ്റെ +2 എഴുതുന്നത്. 1 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ +2 എഴുതി. ഇംഗ്ലീഷിലായിരുന്നു ടെക്സ്റ്റ് ബുക്കുകൾ, 1-2 സബ്ജക്ട്സ്, ബാക്കി ഹിന്ദിയിലായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്ന ഭാഷ മലയാളമാണ്, എൻ്റെ മാതൃഭാഷ. ഞാൻ ഹിന്ദിയിൽ പഠിച്ച ബുക്കുകളുടെ പേജുകൾ അവർ പഠിച്ച് കഴിയുമ്പോൾ അവർ വയ്ക്കുമ്പോൾ രാത്രി കട്ടാണെങ്കിലും എടുക്കും, സെമിനാരിയുടെ അകത്തേക്കിടെ കയറി. ഞാൻ തോട്ടക്കാരനായതുകൊണ്ട് എനിക്ക് എല്ലാ മുറികളിലും പ്രവേശനം ഉണ്ടായിരുന്നു, മുറികൾ ക്ലീൻ ചെയ്യാനായിട്ട്. ബ്രദേഴ്സിൻ്റെ ഡോർമെറ്ററികളിൽ കയറുമ്പോൾ ഞാൻ അവരുടെ ഗൈഡ് ബുക്കുകളിൽ നിന്ന് പേപ്പറുകൾ ചോർത്തും. അങ്ങനെയാണ് ഞാൻ പഠിച്ചെഴുതിയത്. എനിക്ക് ഹൈ 2nd ക്ലാസ് കിട്ടി എൻ്റെ +2-ന് കേട്ട് പഠിച്ചെഴുതിയിട്ട്. അങ്ങനെ അവിടുത്തെ ജബൽപൂർ ഡയസിസിന് വേണ്ടി 9 വർഷം ഞാൻ പഠിച്ചു. 9ാമത്തെ വർഷം എൻ്റെ പ്രീസ്റ്റ്ഹുഡിന് വെറും 6 മാസം മുൻപ് എൻ്റെ രൂപതയിൽ നിന്ന് എനിക്കൊരു ലെറ്റർ കിട്ടി. പ്രിയപ്പെട്ട ആൻറ്റോ, നിനക്ക് വൈദികനാകാൻ യോഗ്യതയില്ല, അതുകൊണ്ട് വീട്ടിൽ പോകണം. അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. ഭോപ്പാലിൽ പോയി ട്രെയിന് തലവെച്ചു, പക്ഷേ ട്രെയിൻ വന്നില്ല. കിടന്ന് പാളത്തിലൂടെ ട്രെയിൻ വന്നില്ല 3 മണിക്കൂർ. അവസാനം റെയിൽവേ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. എന്നെ അറസ്റ്റ് ചെയ്ത് ഭോപ്പാൽ ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റി. അവിടെ നിന്ന് പിറ്റേ ദിവസം പ്രഭാതത്തിൽ എൻ്റെ ഭവനത്തിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കേരളത്തിലേക്ക് പാഴ്സലായിട്ട് അയച്ചു. അങ്ങനെ കേരളത്തിൽ വന്ന് ഞാൻ നമ്മുടെ മുരിങ്ങൂര് ധ്യാനത്തിന് ചെന്നു. അവിടെ വെച്ച് പനക്കലച്ചനെ ഒന്ന് കാണാനും ഒരു സിസ്റ്ററാണ് എന്നെ രക്ഷിച്ചത്. അവിടെ ആയിരുന്ന ഒരു തെരേസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ. ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി ജോനായെ പോലെ. 3-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് വെളുപ്പിന് എഴുന്നേറ്റ് ഞാനൊന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചു. സിസ്റ്റർ എന്നെ കയ്യോടെ പിടിച്ചു, തൊണ്ടി മുതലോടെ. എൻ്റെ ബാഗായിരുന്നു എൻ്റെ തൊണ്ടി മുതൽ. അങ്ങനെ എന്നെ ബൈബിൾ വായിപ്പിച്ചു. പനക്കലച്ചൻ്റെ അടുത്ത് കൊണ്ട് ചെന്നു. പനക്കലച്ചൻ എന്നെ കണ്ടപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അതിനെ വല്ലാതെ ബാധിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് മൂക്ക് കുത്തി വീണു, കരഞ്ഞു. അച്ഛൻ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. ഒരു അഭിഷിക്തൻ എൻ്റെ അടുത്ത് മുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ അഭിഷിക്തൻ? സെമിനറിയിൽ നിന്ന് ഇറക്കി വിട്ടു, വൈദികനാകാൻ ഒരു ഗുണമില്ലെന്ന് പറഞ്ഞു 9 വർഷം കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് അച്ഛൻ എന്താ പറയുന്നത്, പിച്ചും പേയും പറയുകയാണോ എന്ന് ചോദിച്ചു. പനക്കലച്ചൻ പറഞ്ഞു, മോനെ എന്നെ 16 സെമിനറികളിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. നിന്നെ ഒരു സെമിനറിയിൽ നിന്നല്ലേ വിട്ടിട്ടുള്ളൂ? എന്നെ 16 സെമിനറികളിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. എൻ്റെ പ്രൊഫസേഴ്സും എന്നെ പഠിപ്പിക്കുന്നവരും എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു, നീ കർത്താവിന് ഉപകരിക്കാൻ പറ്റിയ ഒരു ഉപകരണമല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസമായി. ഇനി 15 സ്ഥലം ബാക്കിയുണ്ടല്ലോ. ഞാൻ തിരിച്ച് വീണ്ടും ഭോപ്പാലിന് തന്നെ പോയി എൻ്റെ സെമിനാരിയിലേക്ക്. അച്ഛനാകാനല്ല, എൻ്റെ അവിടെ ഇരിക്കുന്ന ലഗേജ് എടുത്തിട്ട് വരാൻ. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ അവിടെ പുറത്തുള്ളൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു ലോക്കൽ ടീച്ചറായിട്ട്. പിറ്റേന്ന് രാത്രി, സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് രാത്രി 9 മണിയായപ്പോഴേക്കും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഞാൻ പലർക്കും ഫാക്സ് അയച്ചിരുന്നു. ഗോഹട്ടി രൂപതയിൽ നിന്ന്, ആസാമിൽ നിന്ന് എനിക്കൊരു ലെറ്റർ കിട്ടി. ബഹുമാനപ്പെട്ട മേനംപറമ്പിൽ പിതാവിൻ്റെ, തോമസ് മേനംപറമ്പിൽ, നിങ്ങൾ പലരും അറിയുമായിരിക്കും, കോട്ടയം സ്വദേശിയാണ്. അങ്ങനെ ഞാൻ അവിടേക്കുള്ള യാത്ര തിരിച്ചു. അതും കള്ളവണ്ടി കയറി. ആസാമിൽ ചെന്ന് കഴിഞ്ഞ 16 വർഷം എനിക്ക് സമ്മാനിച്ചത്, ഫസ്റ്റ് ഇയറിൽ ഞാൻ ചെന്ന് കയറിയ ഉടനെ എൻ്റെ പാരിഷ് പ്രീസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അണ്ടർഗ്രൗണ്ട് മിലിറ്റൻസ് ബ്രദറായിട്ട് ചെന്നപ്പോൾ 63 ദിവസം ഈ മുട്ടുകാലിൽ മെറ്റൽ വിരിച്ച് നിന്ന് കർത്താവിന് വേണ്ടി സാക്ഷ്യം കൊടുത്ത ആരാധനയിലാണ് അച്ഛനെ തിരിച്ചു കിട്ടുക. ഫാദർ തോമസ് ഡിസിൽവ. അച്ഛൻ മരിച്ചു എന്ന് പലരും പറഞ്ഞു, അച്ഛനെ തിരികെ കിട്ടി.
അങ്ങനെ 63 ദിവസത്തെ ആരാധന കൊണ്ട് എൻ്റെ ഹിന്ദി അല്പം ശുദ്ധമായി. എൻ്റെ ഹിന്ദി വളരെ വേസ്റ്റായിരുന്നു. ഇപ്പോൾ ആപ് കാ ഹെ കാ സെ ആ രഹെ എന്നൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ആക്കിയത് മുസ്ലിംസിൻ്റെ നടുക്കുള്ള ഒരു മിഷനിലേക്കാണ്. പട്ടം കിട്ടിയ ഉടനെ അവിടെ ഒത്തിരി വേദനകളുണ്ടായിരുന്നു. നമ്മുടെ കത്തോലിക്കരുടെ ഇടയിലായിരുന്നു ഒരു വർഷം. 2007 എൻ്റെ പ്രിയപ്പെട്ട കത്തോലിക്കർ, എൻ്റെ ഇടവകയിലെ യുവാക്കളും അണ്ടർഗ്രൗണ്ട് മിലിറ്റൻസും കൂടി പൈസയ്ക്ക് വേണ്ടി എന്നെ ഒരു രാത്രിയിൽ തട്ടിക്കൊണ്ടുപോയി. എന്നെ മുറിയിൽ നിന്ന് വിളിച്ചിറക്കി. ലാസ്റ്റ് സാക്രമെൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. ഞാൻ മുറിയിൽ നിന്ന് വരാന്തയിലേക്ക് കടന്ന ഉടനെ എൻ്റെ തലയ്ക്ക് ഒരു അടി കിട്ടി. ഞാൻ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കിടക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അവരെൻ്റെ കണ്ണ് കെട്ടി എന്നെ നടത്തിയും ഇരുത്തിയൊക്കെയായിട്ട് കൊണ്ടുപോയി തൊട്ടടുത്ത ശവക്കല്ലറയിൽ, സെമിത്തേരിയിൽ, ഇടിഞ്ഞു കിടക്കുന്ന ഒരു കുഴിയിൽ എൻ്റെ കഴുത്തിങ്ങ് വരെ മണ്ണിട്ട് എന്നെ മൂടി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അതിലൂടെ പാല് വിൽക്കാൻ പോകുന്ന ഞങ്ങളുടെ ഒരു ഇടവക അൽമായനാണ് ഒരു ശിരസ് ശവക്കുഴിയിൽ പൊങ്ങി നിൽക്കുന്ന കണ്ട് പാലും വണ്ടിയൊക്കെ സൈക്കിളൊക്കെ എറിഞ്ഞ് വില്ലേജുകളിൽ ഓടിച്ചെന്ന് പറഞ്ഞ് വില്ലേജേഴ്സ് കൂടി അവിടെ നിന്ന് എന്നെ പൊക്കിയെടുത്തത്. ഏകദേശം 2 മാസം എടുത്തു ഞാൻ അവിടെ നിന്ന് ഓക്കെയായി വരാനായിട്ട്. എൻ്റെ പേരുകൾ എഴുതാൻ പോലും ഞാൻ മറന്നു പോയിരുന്നു. വീണ്ടും ഒരു പുതിയ മനുഷ്യനായിട്ട് ഞാൻ ജനിച്ചു. അവിടെ നിന്ന് വീണ്ടും ഞാൻ എൻ്റെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്ന് എന്നെ പൂനെയ്ക്ക് അയച്ചു. ഒരു വർഷക്കാലം പൂനെയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റിനിടയിൽ മലേറിയ ഫീവർ വന്ന് വെൻറ്റിലേറ്ററിലായിരുന്നു. ഏകദേശം മരണം തിട്ടപ്പെടുത്തിയ ദിവസങ്ങൾ. നമ്മുടെ ദേവഗിരി ഇടവകയിൽ അന്ന് ഇടവക മണിയൊക്കെ അച്ഛൻ അടിച്ചെന്നാണ് പറയുന്നത്. ആൻ്റെ അച്ഛൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3ാം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ തിരിച്ച് മൈസൂർ CMIക്കാരുടെ ഒരു ഫോർമേറ്റേഴ്സ് ഹൗസിലുണ്ടായിരുന്നു, സിദ്ധിവിഹാര, ശ്രീരാംപുര, മൈസൂർ. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ചെന്നു. അത് കഴിഞ്ഞ് രൂപതയിലായിരുന്നു. രൂപതയിൽ നിന്ന് ബോംബെയിൽ നമ്മുടെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ കല്യാൺ എന്ന് പറയും, അവിടെ ചെന്ന് ഇതുപോലെ തന്നെ ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് പിതാവ് ഒരു വർഷം ധ്യാനിക്കാൻ പോകാൻ അനുവദിച്ചു. അവിടെ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഡെലിവറൻസ് വിശുദ്ധ ബലിയിൽ കർത്താവിൻ്റെ രക്തം അൾത്താരയിലും വാളിലും ഒക്കെ വീണ് ആ രക്തം കുടിക്കേണ്ടി വന്നു. 24 മണിക്കൂർ ആ വിശുദ്ധ ബലി അർപ്പിച്ച ജോബി കാച്ചപ്പള്ളിൽ എന്ന് പറയുന്ന അച്ഛനും നിങ്ങൾ പലരും അറിയുമായിരിക്കും, വചനോത്സവത്തിൻ്റെ ഡയറക്ടറായിരുന്നു, മുരുങ്ങൂർ. ഞാനും ഉണ്ടായിരുന്നു ആ വിശുദ്ധ ബലിയിൽ. ഞാൻ മിനിഞ്ഞാന്നിവിടെ വിശുദ്ധ കുർബാനയ്ക്ക് നിന്നപ്പോൾ ആൾത്താരയെ ഓർത്തു. എൻ്റെയും അച്ഛൻ്റെയും നാവുകൾ ആ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ആ രക്തം കുടിച്ചപ്പോൾ മരവിച്ചു പോയി. 24 മണിക്കൂർ ഒന്നും സംസാരിക്കാൻ പറ്റാതെ സക്രിയായ പോലെ ഞങ്ങൾ രണ്ടുപേരും മൂകരായിപ്പോയി. കല്യാൺ രൂപതയിലെ പിതാവും വിജിയും 4 അംഗ സംഘം വൈദികരും വന്ന് ഞങ്ങളെ എക്സാമിൻ ചെയ്തു. ബ്ലഡ് വീണത് www.tabormiracle.com ഇപ്പോൾ വെബ്സൈറ്റ് എനിക്കറിയില്ല, ഇത്ര വർഷങ്ങളായതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരോടും റോമിന് പോകാനും മാർപ്പാപ്പയെ കാണാനുമുള്ള ശുപാർശയുണ്ടായി. എന്നാൽ എൻ്റെ രൂപതയിലെ മെത്രാൻ എന്നെ അനുവദിക്കാതിരുന്നത് കൊണ്ട് ഞാൻ പോയില്ല. ജോബി അച്ഛൻ പോയി മാർപ്പാപ്പയെ കാണുകയും ആ സമയത്ത് ഈ നടന്ന മിറക്കിളിനെ കുറിച്ചുള്ള എക്സാമിനേഷനും ഇവാലുവേഷനും നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ മംഗലപ്പുഴ ആലുവ സെമിനാരിയിൽ 2 വർഷം MTH ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നപ്പോൾ രൂപതയിൽ ജോലി ചെയ്യുന്നു. കോൺഫറൻസിന് അട്ടപ്പാടിയിൽ ചെന്നപ്പോൾ ഈ കഴിഞ്ഞ കോൺഫറൻസിന് പ്രാർത്ഥിച്ചവരൊക്കെ പറഞ്ഞു തിരിച്ച് രൂപതയിലോട്ട് ചെല്ലുമ്പോൾ അച്ഛനായിരിക്കുന്ന സ്ഥലത്തൊരു കല്ലേറ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു, സ്റ്റീഫന് കിട്ടിയതുപോലെ. എന്നിട്ട് എന്നോട് കാരണം ചോദിച്ചു. അപ്പം ഞാൻ കാരണം പറഞ്ഞു. ഞാനിങ്ങ് പോരുന്നതിന് 1 മാസം മുൻപ് ഞാൻ ജൂലൈ 16 അവിടെ നിന്ന് പോന്നു. ജൂൺ ലാസ്റ്റ് വീക്കിൽ എൻ്റെ അടുത്ത് ട്യൂഷന് വരുന്ന കുട്ടികളുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഇല്ല, 2 സിസ്റ്റേഴ്സ് ഉള്ളൂ, 3 സിസ്റ്റേഴ്സ്, നമ്മുടെ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഫ്രം ചേർത്തല. അപ്പോൾ ട്യൂഷൻ പഠിക്കാൻ വരുന്ന ഒരു മകൻ എൻ്റെ കയ്യിലിരുന്ന ഒരു ടാബ്ലറ്റിൽ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു. അവൻ ഹിന്ദുവാണ്. അവൻ എന്നോട് ചോദിച്ചു, സാറേ ആരെ ഈ അടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെയാണ് അടിക്കുന്നത്. ക്രിസ്തു ആരാ? ഞാൻ അവനെ വരാന്തയിലെ പള്ളിയിലോട്ട് കയറ്റി തൂങ്ങപ്പെട്ട രൂപം കാണിച്ചു. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ. ഈ കൊന്ത 24 മണിക്കൂർ എൻ്റെ കയ്യിലുണ്ട്, നടക്കുമ്പോഴും കിടക്കുമ്പോഴും. എൻ്റെ സുഹൃത്ത് അച്ഛന്മാരെന്നെ വിളിക്കുന്ന 1.5 കിലോ സ്പിരിച്വാലിറ്റി എന്നാണ് ഈ കൊന്ത ഉപയോഗിക്കുന്ന കാരണം. കൊന്തയ്ക്ക് ചെറിയ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ മകൻ ചോദിച്ചപ്പോൾ ഞാൻ ആ ഫോട്ടോയിലുള്ള അവൻ്റെ അമ്മയെ, പരിശുദ്ധ അമ്മ മാതാവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ ചോദിച്ചു, സാറേ ഈ മനുഷ്യനോട് ചോദിച്ചാൽ എന്തും നടക്കുമോ
ഞാൻ പറഞ്ഞു എന്ത് ചോദിച്ചാലും നടക്കും. അവൻ്റെ ഒരു സുഹൃത്ത് 7ാം ക്ലാസ് 8 പഠിക്കുന്ന ഒരു സുഹൃത്തിനെ കൊണ്ടുവന്നു. അസാമീസ് മനുഷ്യരാണ്. അവൻ്റെ 2 കൈയിൽ നിന്നും വെള്ളം വീഴുന്നു, തുടർച്ചയായിട്ട് വെള്ളം വീഴുന്നു. 2 കൈയുടെ പത്തിയിൽ നിന്നും കാലിൻ്റെ 2 പാദത്തിൽ നിന്നും. അവൻ പരീക്ഷ എഴുതുന്നത് ഒരു ബെയ്റ്റിംഗ് ടവലുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ടവല് കയ്യിൽ വെച്ചിട്ടാണ് അവൻ പരീക്ഷ എഴുതുന്നത്. അത്രമാത്രം വെള്ളം അവൻ്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും വീഴുന്നുണ്ട്. ഈ മകനെ ഇവൻ്റെ സുഹൃത്തെ പിറ്റേ ദിവസം കൊണ്ടുവന്നു. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഞാൻ ഈ കൊന്ത അവൻ്റെ നെറ്റിയിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ അവന് സൗഖ്യം കിട്ടി. അന്നും പിറ്റേ ദിവസം ഒരാഴ്ചയായിട്ട് ആ വില്ലേജുകളിൽ നിന്ന് 300-400-ലധികം മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും കൂടി വന്ന് കൊന്തകൾ വാങ്ങിച്ചിട്ട് പോയി. ഒരുപക്ഷെ ഞാൻ തിരിച്ച് ആസാമിൽ ചെന്ന് ഇനി നിങ്ങളൊരു പക്ഷേ എൻ്റെ ഒരു ഫോട്ടോ ക്ലിപ്പാണ് കാണത്തുള്ളൂ ഏതെങ്കിലും പേപ്പറിൽ. ഉറപ്പുണ്ട് അവിടെ തിരിച്ച് ചെന്നാൽ എന്തെങ്കിലും സംഭവിക്കും. എങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ്, ഞാൻ പോകും. ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാനിവിടെ ധ്യാനത്തിന് വന്നിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ രക്തത്തിൻ്റെ വില, കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില, ആത്മാവിൻ്റെ വില അവിടെ ചെന്ന് കൊടുക്കണമെന്ന് അച്ഛന് ഒത്തിരി താല്പര്യമുണ്ട്. 2 വർഷമായി പ്രാർത്ഥിക്കുന്നു. 4 കാര്യങ്ങൾ അച്ഛൻ ചോദിക്കുന്നുള്ളൂ ഈശോയോട്. 1, വചനം കൊതിമാറെ വായിക്കാൻ. 2, വചനം പഠിക്കാൻ. 3, വചനം ഓർത്തിരിക്കാൻ. 4, ഈശോയുടെ രക്തത്തിന് രക്തസാക്ഷിയായിട്ട് സാക്ഷ്യം കൊടുക്കാൻ. ചോദിച്ചു തുടങ്ങിയിട്ട് 2 വർഷമായി. ഈ 2 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ ഈശോ അത് തന്നു. ഇപ്പോഴും വചനം വായിക്കുമ്പോൾ ഓർത്തിരിക്കുന്നില്ല. ഇനി എനിക്ക് സാബു ബ്രദറിനോട് ഒരു അപേക്ഷയുള്ളൂ. ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് വചനം ഓർത്തിരിക്കാനുള്ളൊരു കൃപ എനിക്ക് ചോദിച്ചു തരണം. വചനം ഓർത്തിരിക്കാൻ. വചനം ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെനിക്ക് കൊതിമാരെ ഒന്ന് ഓർത്തിരിക്കാൻ, വചനം പഠിക്കാൻ, കർത്താവിന് സാക്ഷ്യം കൊടുക്കാൻ സാബു ബ്രദർ ഉറപ്പായിട്ട് ഈശോയോട് ചോദിച്ചാൽ കൊടുക്കും. അതെനിക്ക് ചോദിച്ചു തരണം. എൻ്റെ ഒരു അപേക്ഷയാണ്. ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വലതുകരമെന്ന് പിടിക്കുക. ഒരു വൈദികൻ ആകുന്നതിന് വേണ്ടി സഹിച്ച സഹനങ്ങൾ, തൻ്റെ ശുശ്രൂഷ മേഖലയിൽ അനുഭവിച്ച സഹനങ്ങളൊക്കെ നമ്മൾ കേട്ടു. അച്ഛൻ്റെ മേൽ വലിയൊരു അഭിഷേകം പകരുവാൻ, അച്ഛൻ്റെ ശുശ്രൂഷകൾ കൂടുതൽ ശക്തമാകാൻ, അച്ഛനായിരിക്കുന്ന ആ ദേശത്ത് വിജാതിർ അനേകർ ക്രിസ്തുവിനെ അറിയാൻ ഇടയാകത്തക്കവണ്ണം വലിയൊരു അഭിഷേകം, അതുപോലെ വചനത്തിൻ്റെ അഭിഷേകം നിറയുവാൻ എല്ലാവരും ഹൃദയം നുറുകി അച്ഛനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവേ, ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിറയ്ക്കണമേ, വചനാഭിഷേകം നൽകണമേ, വരദാനങ്ങളെ നിറയ്ക്കണമേ. യേശുവേ, വൻ കൃപ പകരണമേ. അഭിഷേകത്തിൻ്റെ തീ നിറയട്ടെ. സഹനങ്ങളെല്ലാം കൃപകളായി മാറട്ടെ. വരുന്ന നാളുകളിൽ ആ ദേശത്തെ അനേകായിരങ്ങളെ ക്രിസ്തുവിൽ നേടുന്ന ശക്തമായ ഉപകരണമാക്കി മാറ്റണമേ. യേശുവേ, കരുണയാകണമേ, ബലപ്പെടുത്തണമേ. ഞാനിവിടെ വന്ന അന്ന് മുതൽ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നലെ ഈവനിങ്ങിൽ അഡോറേഷൻ്റെ സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഒരു ഫയർ, ഒരു പീസ് എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ ഞാനിവിടെ നിന്ന് കൈ പൊക്കി പിടിച്ചിട്ട് എന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കറക്കുന്ന പോലെ തോന്നി. അതിനോടൊക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ്. ചിലർ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞാൻ കരിസ്മാറ്റിക്കാണ്, എങ്കിലും കൈയൊക്കെ എടുത്ത് ഹല്ലേലൂയൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കും മസിൽ പിടിച്ച്. ഇവിടെ വന്ന് അന്ന് മുതൽ ഞാൻ കൈയടിക്കുന്നത് എൻ്റെ ലൂസ് പോലെയാണ്, ഞാൻ മൊത്തം ലൂസ് പോലെ ആയിപ്പോയി. അപ്പോൾ ഇന്നലെ രാത്രിയിൽ അങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി. ഞാനത് കഴിഞ്ഞ് സപ്പർ കഴിഞ്ഞ് ചെന്ന് കിടന്നപ്പോൾ എൻ്റെ നടുവിന് നീട്ടം കൂടിപ്പോയതുപോലെ എനിക്ക് തോന്നി, നട്ടെല്ലിന്. അപ്പോൾ ഞാൻ എക്സ്റേ ഒക്കെ നോക്കി, അതുപോലെ തന്നെ സ്കാൻ റിപ്പോർട്ടും MRI എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത് കിടന്ന് എൻ്റെ ചേച്ചി വിളിച്ചു രാത്രി. സിസ്റ്റർ ചേച്ചി, ഞാൻ പറഞ്ഞത് നട്ടെല്ലിന് നീളം കൂടിപ്പോയി, എനിക്കെന്തോ പ്രോബ്ലം. ചേച്ചി എന്നെ തൊട്ടു കർത്താവ്, പക്ഷേ നട്ടെല്ലിന് നീട്ടം കൂടിപ്പോയി എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നാളെ സാബു ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് കഴുത്തിനാകെ പ്രോബ്ലമാണ്, സംസാരിക്കാനും പറ്റുന്നില്ല, കോൺവെൻറ്റിലെ സുപ്പീരിയറാണ്, ഭയങ്കര പ്രോബ്ലത്തിൽ കടന്നു പോവുക, അതും കൂടി ഒന്ന് പറഞ്ഞേരെ. പക്ഷേ നിനക്ക് എൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ നടുവേദന അവിടെ വെക്കാതെ തിരിച്ചു വന്നാൽ നീ ആസാമിന് പോകില്ല എന്ന് പറഞ്ഞു ചേച്ചി. ഇന്നലെ രാത്രി ത്രട്ടൺ ചെയ്തു. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ബ്രദേഴ്സിനോടത് പറഞ്ഞു. ഇറങ്ങി വരുമ്പോൾ ബ്രദർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാനിരിക്കണം. ഞാൻ ടോക്ക് സാബു ബ്രദറിനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ടോക്ക് കേൾക്കണം, ടോക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല, എന്തായാലും സാബു ബ്രദറിൻ്റെ ടോക്ക് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു സെക്കൻഡ് ഇത് പങ്കുവച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ വെറുപ്പിൻ്റെ ഒരു മേഖല ബ്രദറിനോട് പറഞ്ഞു. ഞാൻ വൈദികനായിട്ട് 16 വർഷമായി.
എനിക്ക് മെയ് മാസം 30-ാം തീയതി 50 വയസ്സ് തികഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ നടുവേദന കർത്താവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തി. അത് സത്യമാണ്. എൻ്റെ ഈശോ എന്നെ തൊട്ട്. എനിക്ക് പോടാൻ ഞാൻ നിങ്ങളെ മുമ്പിട്ട് കാണിച്ചു തരാം. അതിലുപരി എൻ്റെ ഹൃദയത്തിൽ ഈ കഴിഞ്ഞ് 36 അല്ലെങ്കിൽ 40 വർഷം 45 വർഷം എനിക്ക് ഓർമ്മ വന്ന നാൾ മുതൽ കുടികിടന്ന ഒരു വെറുപ്പ് ബ്രദർ എൻ്റെ ശിരസിലേക്ക് കൈവച്ച് എൻ്റെ പുറത്ത് തൊട്ടപ്പോൾ ഇറങ്ങിപ്പോയി. അധികാരികളായിട്ട് ആരൊക്കെ എൻ്റെ മുൻപിൽ വരുന്നു അവരോട് എനിക്കുണ്ടായിരുന്ന ഒരു വെറുപ്പ്. അതാണ് എൻ്റെ സൗഖ്യത്തിൻ്റെ സത്യം. അത് ബ്രദറിലൂടെ നടന്നു, സാബു ബ്രദറിലൂടെ എന്നുള്ളത് പരമസത്യം. പക്ഷേ ഈ വെറുപ്പിൻ്റെ മേഖലയെ അച്ഛൻ ഉപേക്ഷിക്കണം, ക്ഷമിക്കണമെന്ന് ബ്രദർ പറഞ്ഞ ആ സമയത്ത് എൻ്റെ നടുവിന് എന്തോ സംഭവിച്ചു. എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടതെന്ന്. ഞാനിപ്പോൾ കുമ്പിട്ട് കാണിച്ചു തരാം. കരമുയർത്തിയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ ഈർണണിയിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. കുപ്പയിൽ നിന്ന് മാണിക്യമായിട്ട് ദൈവം ഒരു വ്യക്തിയെ മാറ്റുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ പ്രിയപ്പെട്ട വൈദികൻ ഏറ്റുവാങ്ങിയ സഹനങ്ങൾ, നൊമ്പരങ്ങൾ, പീഡനങ്ങൾ, ഒറ്റപ്പെടലുകൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് വേല ചെയ്യുക. വർഷങ്ങളോട് അനുഭവിച്ച നടുവിൻ്റെ ആ പ്രയാസമെല്ലാം യേശു ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കി. തൻ്റെ അഭിഷിക്തനെ കൈകളിൽ താങ്ങുന്ന ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം വൈദികരുണ്ടാകണം. അനേകം ചെറുപ്പക്കാർ ദൈവവിളി സ്വീകരിച്ച് വൈദികരായി കർത്താവിനായിട്ട് വേല ചെയ്യണം. അച്ഛൻ്റെ സാക്ഷ്യത്തിലൂടെ വലിയ ഒരു പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിക്കും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നന്ദി പറയാം, നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് കണ്ട അനേക മക്കളെ ഇന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. രോഗങ്ങൾ സൗഖ്യമാവട്ടെ, നടുവ് നട്ടലുമൊക്കെ സൗഖ്യമാവട്ടെ. ജീവിതത്തിൻ്റെ വഴികളിൽ തളർന്നു വീണവരെ അങ്ങ് ബലപ്പെടുത്തണമേ. പുതിയ പ്രത്യാശ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കണ്ണുനീരിൽ കഴിയുന്നവരുടെ കണ്ണുനീര് അങ്ങ് തുടച്ചു മാറ്റണമേ. വേദനയിലായിരിക്കുന്നവരുടെ വേദനകൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. സ്വർഗം കനിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആത്മധൈര്യവും ആത്മശക്തിയും കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തീരാ രോഗങ്ങൾ യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ തകർച്ചകൾ, ഭാരങ്ങളെല്ലാം വിട്ടുമാറട്ടെ. പുതുവത്സരത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവജനത്തിനു മേൽ ഒഴുക്കണമേ. പിതാവേ, സ്വർഗം തുറക്കണമേ. മാനവരാശിയുടെ മേൽ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിറയട്ടെ. കലഹങ്ങൾ, യുദ്ധങ്ങളെല്ലാം മാറിപ്പോവട്ടെ. ലോകം മുഴുവൻ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ